രക്തക്കളറിലുള്ള മണ്ണിൽ തോമാശ്ലീഹ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം തമിഴ്നാട്ടിലുണ്ട്. തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിനടുത്തുള്ള സൊക്കൻകുടിയിരുപ്പ് എന്ന ഗ്രാമത്തിലാണ് ഈ ദേവാലയം. അതിശയ മണൽമാത എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രം ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിന്റെ തെക്കേ അറ്റം ഭരിച്ചിരുന്നത് പാണ്ഡ്യവംശത്തിലെ ഭരണാധികാരിയായ കണ്ടപ്പ രാജാവായിരുന്നു. ഈ കാലഘട്ടത്തിൽ രാജാവും കുടുംബവും വിവിധ രോഗപീഠകളാൽ കഷ്ടപ്പെടുകയായിരുന്നു. പല വൈദ്യന്മാരും പരിശോധിച്ചെങ്കിലും രോഗസൗഖ്യമുണ്ടായില്ല. ഈ സമയത്താണ് സകലവിധ വ്യാധികളും തീർക്കാൻ ശേഷിയുള്ള ഒരാൾ കേരളത്തിലുണ്ടെന്നറിയുന്നത്. അത് സെന്റ് തോമസ് ആണെന്നറിഞ്ഞതോടെ ശ്ലീഹായെ കാണാൻ രാജകുടുംബാംഗങ്ങൾ കേരളത്തിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യ രാജാവിന്റെ കൽപ്പന പ്രകാരം തോമാശ്ലീഹ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെത്തി. ക്രിസ്തുവിന്റെ നാമത്തിൽ രാജാവിനെയും കുടുംബാംഗങ്ങളെയും ശ്ലീഹ സുഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് തോമാശ്ലീഹ രാജാവിനോടും അനുയായികളോടും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും രാജകുടുംബം ക്രിസ്തു വിശ്വാസത്തിലേക്ക് തിരിയുകയും ചെയ്തു. വിശ്വാസം പ്രഘോഷിക്കാനായി ഒരു ദേവാലയം നിർമ്മിക്കാൻ രാജാവ് ശ്ലീഹായ്ക്ക് ചെറിയൊരു സ്ഥലം നൽകി. അവിടെ പനയോല കൊണ്ട് തോമാശ്ലീഹ ദേവാലയം നിർമ്മിച്ച് ഒരു മരക്കുരിശും സ്ഥാപിച്ചു. അധികം വൈകാതെ ആളുകൾ ആ ചെറിയ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തി. AD 1339 പരിശുദ്ധ കന്യകാമറിയം വിശ്വാസിയായ ഒരു യുവാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു ദേവാലയം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ യുവാവ് നല്ലൊരു ദേവാലയം അവിടെ നിർമ്മിച്ചു. മരണമടഞ്ഞ ഒരു യുവാവ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പ്രാർത്ഥനയാൽ ജീവനിലേക്ക് തിരികെ വന്നതോടെ ഈ ദേവാലയത്തിലേക്ക് അത്ഭുത സൗഖ്യം തേടി ആയിരങ്ങൾ എത്തി തുടങ്ങി. എന്നാൽ 1598 ഇവിടെ വലിയൊരു ദുരന്തമുണ്ടായി. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു മടങ്ങിയ മറിയം എന്ന വിധവയായ സ്ത്രീയെ മ്ലേച്ഛമായ ഒരു കുറ്റം ആരോപിച്ച് ജനക്കൂട്ടം വിചാരണ ചെയ്തു. രോഷാകുലനായ ഭരണാധികാരിയാകട്ടെ അവളെ തീയിലെറിഞ്ഞു കൊല്ലാനാണ് കൽപ്പനയിട്ടത്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ആ സ്ത്രീ അലമുറയിട്ട് പറഞ്ഞെങ്കിലും ആരും കേട്ടില്ല. അങ്ങനെ അവളുടെ കണ്ണീരും രക്തവും വീണ മണ്ണിന് പിന്നീട് ചുവപ്പ് നിറമാവുകയും കാലക്രമേണ ആ ദേവാലയം മണലിനടിയിൽ മൂടപ്പെടുകയും ചെയ്തു അത്രേ. 1798 ഇവിടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരിടയൻ മണ്ണിൽ ഒരു കുരിശു തിളങ്ങുന്നതായി കണ്ടുവന്ന് നാട്ടിലെല്ലാം അറിയിച്ചതിനെ തുടർന്ന് ജനങ്ങൾ കൂട്ടത്തോടെ അവിടേക്കെത്തി. ആ പ്രദേശത്തെ മണ്ണ് നീക്കി കഴിഞ്ഞപ്പോൾ ദേവാലയം ചുറ്റുപാടും കൂടുതൽ തെളിഞ്ഞു വന്നു. അതൊരു മൺമറഞ്ഞ ദേവാലയമാണെന്ന് ആളുകൾക്ക് ബോധ്യമായി. പഴയ ദേവാലയത്തിന് മുകളിലാണ് ഇപ്പോൾ പുതിയ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയ മുറ്റത്തെ മണൽ ഇപ്പോഴും ചുവന്നു തന്നെയാണ് ഇരിക്കുന്നത്. ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയം രൂപപ്പെട്ട കഥ വിവിധ ഭാഷകളിൽ എഴുതി വെച്ചതായി കാണാം. പടവുകൾ കയറുമ്പോൾ അന്ന് ഇടയബാലൻ കണ്ട കുരിശ് പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്നതും കാണാം. ആദ്യകാലത്ത് തോമാശ്ലീഹ സ്ഥാപിച്ച കുരിശാണിതെന്നാണ് ഐതിഹ്യം. 2011 മുതൽ തമിഴ്നാട് സർക്കാരിന്റെ തീർത്ഥാടന കേന്ദ്രമാണിത്. എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് തിരുനാൾ നടക്കുക. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നു.